വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. പോത്തുണ്ടി ഇരട്ടക്കൊലപാതകത്തിൽ പ്രതി ചെന്താമരയുമായി തെളിവെടുപ്പ് തുടരുകയാണ്. കൃത്യം നടത്തിയത് എങ്ങനെയെന്ന് ചെന്താമര പോലീസിനോട് വിശദീകരിച്ചു. ഒളിവിൽ കഴിഞ്ഞ സ്ഥലങ്ങളെക്കുറിച്ചും സിം കാർഡ് ഉപേക്ഷിച്ച ഇടത്തെക്കുറിച്ചും പ്രതി പോലീസിനോട് വ്യക്തമാക്കി. കനത്ത സുരക്ഷയിലാണ് പോലീസ് തെളിവെടുക്കുന്നത്. നാളെ വൈകിട്ട് 3 മണിവരെയാണ് ചെന്താമരയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. വിവരങ്ങളുമായി ഇക്ബാൽ അറക്കലും മുബഷിർ പി അക്ബറും സംഭവ സ്ഥലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ഇക്ബാൽ അറക്കൽ, വനത്തിലേക്ക് രക്ഷപ്പെട്ട വഴി അതെങ്ങനെയാണ്? എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് കടന്നു കളയാൻ കഴിഞ്ഞ വഴി ഏതാണ് എന്നതടക്കം ഇപ്പോൾ ചെന്താമര ഒരു കൂസലമില്ലാതെ ഈ തെളിവെടുപ്പിൽ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അതായത് സുധാകരനും അമ്മ ലക്ഷ്മിയും കൊലപ്പെടുത്തിയതിനു ശേഷം കാട്ടിലേക്ക് അരക്കമലയിലേക്ക് ചെന്താമര രക്ഷപ്പെട്ട ആ മേഖല മുഴുവൻ പോലീസ് ഇപ്പോൾ ചെന്താമരയുമായി ചെന്ന് തെളിവെടുപ്പ് നടത്തി. നേരത്തെ കൊലപാതകവുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പുകളെല്ലാം പൂർത്തിയാക്കിയിരുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ചെന്താമരയെ ഈ ബോയ് നഗറിലെ വഴിയിലൂടെ പോലീസ് നടത്തുകയാണ്. അതായത് ചെന്താമരയെ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം നാട്ടുകാരുടെ ഭാഗത്ത് വലിയ രീതിയിൽ ജനരോഷം ഉണ്ടായിരുന്നു. ചെന്താമരയെ കാണിക്കണമെന്നുള്ളതായിരുന്നു ആവശ്യം. റീക്രിയേറ്റ് ചെയ്യണം പറഞ്ഞു. ഏകദേശം ഒരു 80% സാധിച്ചു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അത് ഞങ്ങൾ ചെയ്തു. മാഡം നമസ്കാരം. കഴിഞ്ഞു മാഡം, കഴിഞ്ഞു. വണ്ടി കയറ്റാം. ഞങ്ങൾ പിന്നെ പോകും. അത് പിന്നെ പോകും. ഇന്ന് പോണില്ല. ഇന്നില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ച് ആത്തൂർ കൊണ്ടുപോകും. അതെ നന്നായി സഹകരിച്ചു. പ്രതി സഹകരിച്ചു, നാട്ടുകാർ സഹകരിച്ചു, ചാനലുകാർ സഹകരിച്ചു, എല്ലാവരും സഹകരിച്ചു. ഞങ്ങൾ ആവശ്യത്തിന് വിവരങ്ങൾ. അതെ ഞങ്ങൾ ആലത്തൂർ സ്റ്റേഷനിലേക്ക്. സംഭവ ദിവസം എന്തൊക്കെയാണ് നടന്നത് എന്നുള്ള ഒരു റീക്രിയേഷൻ അതാണ് ഇപ്പോൾ തെളിവെടുപ്പിൽ നടന്നിരിക്കുന്നത്. വനത്തിലേക്ക് രക്ഷപ്പെട്ട വഴിയടക്കം ചെന്താമര പോലീസിന് കാട്ടിക്കൊടുത്തിരിക്കുന്നു. മുബഷിർ പി അക്ബർ നമുക്കൊപ്പം ഉണ്ടാകും. മുബഷിർ, തെളിവെടുപ്പ് പൂർത്തിയാക്കി ചെന്താമരയെ തിരികെ കൊണ്ടുപോവുകയാണ്. ബഹുമാനപ്പെട്ട കോടതി ഞങ്ങളുടെ കസ്റ്റഡിയിൽ തന്നെ. അപ്പോൾ നമുക്കത് ഈ സീനൊന്ന് റീക്രിയേറ്റ് ചെയ്യണം. ഇയാൾ സുധാകരൻ ഇൻസിഡൻറ്റുകൾ, അതിനുശേഷം അയാൾ വീട്ടിലേക്ക് വരുന്നതും തിരിച്ചു പോകുന്നതും സിമ്മും മൊബൈലും ഉപേക്ഷിച്ച സ്ഥലവും അങ്ങനെ കുറേ കാര്യങ്ങൾ, പിന്നെ മലയിലേക്ക് രക്ഷപ്പെട്ടതും, പിന്നെ ആയുധങ്ങൾ ഒളിപ്പിച്ച് വെച്ച സ്ഥലവും അതൊന്ന് റീക്രിയേറ്റ് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ സിവിലിയൻസ് കുറേ സാക്ഷികളുണ്ടായിരുന്നു, അവരെ ഉൾപ്പെടെ ചെന്താമരയുമായി തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നു. പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസിൽ അമ്മയെയും മകനെയും കൊലപ്പെടുത്തിയ ശേഷം രക്ഷപ്പെട്ട വഴിയടക്കം ചെന്താമര പോലീസിന് കാട്ടിക്കൊടുത്തു. കാട്ടിലേക്ക് കടന്നതെങ്ങനെ, മുൾവേലി ചാടിക്കടന്നു പോയ വഴിയടക്കം ചെന്താമര പോലീസിന് കാട്ടിക്കൊടുത്തു. ആ കൃത്യ ദിവസം നടന്ന സംഭവങ്ങൾ അത് പോലീസ് പുനരാവിഷ്കരിക്കുകയായിരുന്നു. ബോയൻ നഗറിൽ കനത്ത സുരക്ഷയ്ക്കിടെയാണ് ഈ തെളിവെടുപ്പ് നടന്നത്. ഇക്ബാൽ അറക്കൽ, ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പ്രതികരണമടക്കം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചെന്താമരയുമായി അവിടെ നിന്ന് പോലീസ് സംഘം മടങ്ങുമ്പോൾ ആളുകൾ പ്രതിഷേധത്തിനുള്ള ഒരു സാധ്യത അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? ഇതിനുശേഷം അരക്കമലയിലേക്ക് രക്ഷപ്പെട്ട വഴികളിലൂടെയെല്ലാം പോലീസ് ചെന്താമരയുമായി പോയിരുന്നു. ഈ കൊലപാതകം നടന്ന മേഖലയിലും കൃത്യമായി തന്നെ പോലീസ് ചെന്താമരയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ചെന്താമരയുടെ വീട്ടിൽ നിന്നുൾപ്പെടെ കൃത്യമായി തന്നെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ശേഖരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ചെന്താമരയുമായി ഇപ്പോൾ ആലപ്പുഴ DVSP ഓഫീസിലേക്ക് ഇപ്പോൾ പോകുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ചെന്താമര ഈ വാഹനത്തിനകത്ത് ഇപ്പോൾ ഇരിക്കുകയാണ്. ആലപ്പുഴ CIന്റെ വാഹനമാണ്. ഈ വാഹനത്തിനകത്ത് ഇപ്പോൾ ചെന്താമരയുണ്ട്. മുബഷിർ പി അക്ബർ നമുക്കൊപ്പം ഉണ്ട്. മുബഷിർ, കൃത്യം പുനരാവിഷ്കരിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ എങ്ങനെയാണ് ചെന്താമര നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിലുള്ള ഈ മുൾവേലി അടക്കം ചാടിക്കടന്ന് അതിവേഗം കാട്ടിലേക്ക് മറഞ്ഞത്, ആർക്കും ഒരു പിടിയും കൊടുക്കാതെ മറഞ്ഞിരുന്നത്, അതെല്ലാം ചെന്താമര ഇപ്പോൾ വിശദീകരിച്ചു കഴിഞ്ഞോ മുബഷിർ? തീർച്ചയായും ഏകദേശം 1 മണിക്കൂറിനടുത്ത് തെളിവെടുപ്പ് താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ട് പോലീസ് സംഘം ഇപ്പോൾ പ്രതിയുമായി ഒരു മേഖലയിൽ നിന്നും മടങ്ങിയിരിക്കുകയാണ്. സുജയ, നേരത്തെ ആലത്തൂർ DVSP സംസാരിച്ചപ്പോൾ പറഞ്ഞത് പ്രതി തെളിവെടുപ്പുമായി സഹകരിച്ചിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട്. നേരത്തെ പോലീസ് കണ്ടെത്തിയ ഫൈൻഡിങ്സിനപ്പുറത്തൊന്നും തന്നെ ഇന്നത്തെ തെളിവെടുപ്പിൽ അധികമായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ എങ്ങനെയാണ് ഈ കൃത്യം നിർവഹിച്ചതെന്നതിനെക്കുറിച്ച് ഒരു വ്യക്തത പ്രതിയുമായിട്ടുള്ള തെളിവെടുപ്പോടുകൂടി ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് അയാൾ വ്യക്തമാക്കുന്നത്. ഒരു തരത്തിലുള്ള കൂസലുമില്ലാതെ, മുഖഭാവമില്ലാതെ
ഒരു തരത്തിൽ പുച്ഛഭാവത്തോടുകൂടി കുറ്റബോധം തെല്ലുമില്ലാതെയായിരുന്നു ചെന്താമര ഇവിടെ എത്തിയിരുന്ന സമയത്ത് പെരുമാറിയിരുന്നത്. നാട്ടുകാരെയൊക്കെ തന്നെ വളരെ ഭയപ്പാടോടുകൂടി നോക്കുന്ന ചെന്താമരയെ നമ്മൾ കണ്ടതാണ്. നേരത്തെ അവിടെ ഉണ്ടായിരുന്ന അയൽവാസിയായിട്ടുള്ള ഒരു ചേച്ചി ചെന്താമരയോട് പ്രകോപിതനായി സംസാരിക്കുന്നത് കണ്ടതാണ്. എന്തിനാണ് നീ ഇത് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് അയൽവാസികളൊക്കെ തന്നെ. മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഈ ഒരു മേഖലയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള പ്രതിയുമായിട്ടുള്ള തെളിവെടുപ്പ് പൂർത്തിയാക്കിക്കൊണ്ട് ഇപ്പോൾ പോലീസ് സംഘം മടങ്ങിയിരിക്കുകയാണ്. ഒരുപക്ഷെ നാളെ ഉൾപ്പെടെ കസ്റ്റഡി കാലാവധി ഉള്ളതുകൊണ്ട് തന്നെ വീണ്ടും ഈ ഒരു മേഖലയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ SP പറഞ്ഞതുപോലെ തന്നെ ഈ കൃത്യം ഒരു റിക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്നത്തെ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടു എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ചെന്താമര താമസിച്ചിരുന്ന വെള്ള പെയിന്റ് അടിച്ച കോൺക്രീറ്റ് വീട്ടിലേക്ക് പ്രതിയെ എത്തിക്കുന്നു. കയ്യിൽ വിലങ്ങേന്തി കാവ്യമുണ്ടും അതുപോലെ തന്നെ നീല ഷർട്ടും ധരിച്ചെത്തിയ ചെന്താമര ഒരു കൂസലുമില്ലാതെ കൃത്യത്തെക്കുറിച്ച് അവിടെ വെച്ച് വിവരിച്ചു നൽകുന്നുണ്ട്. വീടിൻ്റെ മുൻപിലൂടെ സഞ്ചരിച്ചു പോവുകയായിരുന്ന സുധാകരനെ വീട്ടിൽ നിന്നും ആയുധവുമായി ഇറങ്ങി വന്നുകൊണ്ട് വെട്ടിയതിനെക്കുറിച്ച് ചെന്താമര പോലീസിനോട് വിവരിച്ചു നൽകുന്നത് നമ്മൾ കണ്ടതാണ്. പിന്നീട് അയാൾ ഓടിമറഞ്ഞ മേഖലയിലൂടെയൊക്കെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുമായി നടന്നു നീങ്ങുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. ഒരുപക്ഷെ പോലീസ് ആ ഒരു ഘട്ടങ്ങളിലൊക്കെ തന്നെ അവിടെയൊക്കെ തന്നെ പരിശോധന നടത്തിയതിലായിരുന്നു. അയാളെ പിടികൂടുന്നതിന് മുൻപ്, പ്രതിയെ പിടികൂടുന്നതിന് മുമ്പ് അവിടെ നിന്നും ഒരു മൊബൈൽ ഫോൺ കണ്ടെത്തിയിരുന്നത്. ആ മേഖലയിലെത്തിയതിനു ശേഷം പ്രതി ആ ഒരു പ്രദേശം കാണിച്ചു കൊടുക്കുന്നുണ്ട്. കൊലപാതകത്തിന് ശേഷം ഓടി മറയുന്നതിനിടയിൽ ഇവിടെയായിരുന്നു മൊബൈൽ ഉപേക്ഷിച്ചിരുന്നത്, സിം ഉപേക്ഷിച്ചിരുന്നത് പ്രതി പറഞ്ഞിരുന്നു. അതനുസരിച്ച് പ്രതി കാണിച്ചു കൊടുത്ത മേഖലയിൽ പോലീസ് തിരഞ്ഞെങ്കിലും മറ്റൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. അതിന് തൊട്ടടുത്തൊരു പ്രദേശത്തുനിന്നും ഒരു വിഷക്കുപ്പി പോലീസ് കണ്ടെത്തിയെന്നുള്ളതായിരുന്നു. നേരത്തെ ചെന്താമരയുടെ വീട്ടിൽ നിന്നും അത്തരം ഒരു കുപ്പി പോലീസ് കണ്ടെത്തിയിരുന്നു, കാലിക്കുപ്പി, വിഷക്കുപ്പി കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ്. അതിനു പിന്നാലെ ഈ മൊബൈലും സിമ്മും ഉപേക്ഷിച്ച മേഖലയിൽ നിന്നും അയാൾ ഈ അരക്കമലയിലേക്ക് ഓടി പറഞ്ഞ പ്രദേശമൊക്കെ തന്നെ പോലീസിന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിനാടകീയമായ രീതിയിലായിരുന്നു ചെന്താമരയുടെ വിശദീകരണമൊക്കെ തന്നെ കണ്ടത് എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ മുൾവേലിയുടെ അടുത്തെത്തി പിന്നീട് എങ്ങനെയാണ് നിങ്ങൾ അപ്പുറത്തേക്ക് കടന്നതെന്ന് പോലീസ് ചോദിച്ച ഘട്ടത്തിൽ അയാൾ പറയുന്നത് മുൾവേലി ചാടിക്കടന്നാണ് അപ്പുറത്തേക്ക് പോയിട്ടുള്ളത്, എന്നിട്ട് തൊട്ടു പിന്നാലെ അരക്കമലയിലേക്ക് ഓടി മറയുകയാണ് ചെയ്തതെന്ന് പോലീസിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഇത്ര ഹൈറ്റിലുള്ള മുൾവേലി എങ്ങനെയാണ് ചാടി മറഞ്ഞതെന്ന് പോലീസ് ചോദിച്ച സമയത്ത് അത് വളരെ ഈസി അല്ലേ, ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ ചെയ്ത് കാണിച്ചു തരാമെന്ന് പോലീസിനോട് വളരെ ലാഘവത്തോടെ പറയുന്ന ചെന്താമരയെ നമ്മൾ കണ്ടു എന്നുള്ളതാണ്. എന്തായാലും നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള പ്രതിഷേധവും ഉണ്ടായിട്ടുള്ള പോലീസ് നടപടിയുമായി പൂർണ്ണമായി സഹകരിക്കുമെന്ന് പറഞ്ഞ നാട്ടുകാർ അത് അതേപടി തന്നെ അനുസരിച്ചിട്ടുണ്ട്, പാലിച്ചിട്ടുണ്ട്. പ്രതിയെ അവർ നോക്കിക്കാണുന്നുണ്ട്. അതിനിടയിൽ പ്രായമായ സ്ത്രീകളുടെ, ചേച്ചിമാരുടെയൊക്കെ തന്നെ വൈകാരിക പ്രകടനം നമ്മൾ കണ്ടു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ വീണ്ടും പ്രതിയുമായി തെളിവെടുപ്പിന് വേണ്ടി പോലീസ് സംഘം ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഇനി പ്രതി ഒരു കൂസലുമില്ലാതെ എങ്ങനെയാണ് കൊലപാതക ശേഷം ഉയർന്ന മുൾവേലിയടക്കം ചാടിക്കടന്നു പോയത് എന്ന ചെന്താമര വനത്തിലേക്ക് രക്ഷപ്പെട്ടത് എങ്ങനെയെന്നുള്ളത് വിശദീകരിക്കുന്ന ചെന്താമരയൊക്കെയാണ് നമ്മൾ ഇക്കഴിഞ്ഞ മിനിറ്റുകളിൽ കണ്ടത്.